നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ താരം റസൂൽ പൂക്കുട്ടിയാണ്. മാധ്യമപ്രവർത്തകർ റസൂൽ പൂക്കുട്ടിയെ കുടുക്കാൻ ചെന്നെങ്കിലും റസൂൽ പൂക്കുട്ടി ഏറ്റവും ഭംഗിയായി മറുപടി പറഞ്ഞുകൊണ്ട് അതിനെ പൊളിച്ചു കളഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് റസൂൽ പൂക്കുട്ടി റോക്സ് എന്ന് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുകയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പലസ്തീൻ അനുകൂല സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു, പ്രദർശനാനുമതി നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചലച്ചിത്രവേദിയിലുണ്ടായിരുന്നു. ഈ ചലച്ചിത്രവേദിയിൽ രണ്ട് വിവാദങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ വിവാദത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യ വിവാദം ഇതുതന്നെയായിരുന്നു. ഈ വിവാദത്തെക്കുറിച്ച് റസൂൽ പൂക്കുട്ടിയോട് ചോദിക്കാനാണ് ചെന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ തങ്ങൾ പ്രദർശനാനുമതി തന്നില്ലെങ്കിലും പ്രദർശിപ്പിക്കുമെന്ന് വായ്ത്താരിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പ്രദർശനാനുമതി കിട്ടാതെ സിനിമ പ്രദർശിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അവസാനം എത്തിച്ചേരുകയുമായിരുന്നു. ഏതായാലും റസൂൽ പൂക്കുട്ടിയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ റസൂൽ പൂക്കുട്ടിയെ അങ്ങ് കേന്ദ്ര സർക്കാരിനെ കണക്കറ്റ് വിമർശിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാമെന്നും മാധ്യമപ്രവർത്തകർ വിചാരിച്ചിരുന്നു. കാരണം മാധ്യമപ്രവർത്തകർ ഈ CPM-കാരേക്കാൾ വലിയ ഇടതുപക്ഷക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരം വിഷയങ്ങൾ താല്പര്യം കൂടും. പലരും ഇപ്പോൾ ആക്ടിവിസ്റ്റുകളുടെ വേഷത്തിലാണ്, മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ചോദിക്കാൻ ഒരു പ്രത്യേക വ്യഗ്രതയുണ്ട്. ഏതായാലും അവിടെ കാത്തുനിന്ന് റസൂൽ പൂക്കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ആദ്യമേ തന്നെ പിഴച്ചു. ആദ്യത്തെ ചോദ്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ത്യക്കൊരു വിദേശ നയമുണ്ടെങ്കിൽ, ഇന്ത്യക്കൊരു നയമുണ്ടെങ്കിൽ, ഇന്ത്യയുടെ സിനിമയുമായി ബന്ധപ്പെട്ടൊരു നയമുണ്ടെങ്കിൽ ഇന്ത്യയുടെ രീതിക്കനുസരിച്ചല്ലാതെ ഈ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ താൻ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാതിരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞു. മാത്രമല്ല, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടതെന്ന മറു ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു. സത്യത്തിൽ മാധ്യമപ്രവർത്തകർ ആവിയായി. പോകട്ടെ, അത് കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതിജീവതയെക്കുറിച്ചാണ്. ദിലീപിനെ കുറിച്ച് എന്തെങ്കിലും പറയുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുമെന്നോ കരുതി അവിടെയും തെറ്റി. അവിടെയും കാലിടർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. IFFK വേദിയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായ ഒരു വലിയ പ്രതിഫലനം ദിലീപുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ ചില ആൾക്കാർ IFFK വേദിയിൽ തന്നെ മൊത്തത്തിൽ പറഞ്ഞുകൂടാ, IFFK വേദിയിൽ സ്ഥിരമായി വരുന്ന ചില പെൺ സാന്നിധ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യലക്ഷ്മിയുടെ ടീമുമാണ്. ഭാഗ്യലക്ഷ്മിയുടെ ടീം IFFK വേദിയിൽ മാനവീയത്വമൊക്കെ പ്രതിഷേധം നടത്തി കുറച്ചുപേരെയൊക്കെ വിളിച്ചുകൂട്ടി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ദിലീപിന്റെ പുതിയ സിനിമ കൂടി റിലീസാവുന്നത്. ഏതായാലും അതിജീവിതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ മറുപടി, ഈ രണ്ട് വിഷയത്തിലുമുള്ള മറുപടി നിങ്ങൾ കേൾക്കേണ്ടതാണ്. ആദ്യം അദ്ദേഹത്തിന്റെ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ കേട്ടു നോക്കൂ. ചലച്ചിത്ര അക്കാദമി അവൾക്കൊപ്പമാണോ അത് കുഞ്ഞുമോദിനൊപ്പമാണോ എന്നുള്ളത് എന്തൊരു ചോദ്യമാണ് ഇഷ്ടം നിങ്ങൾ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു? 12 ദിവസം ഒരു നിമിഷം ഞാൻ തിരിച്ചു വെക്കട്ടെ. ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു? അവൾക്കൊപ്പമായിരുന്നില്ലേ? കേരള ചലച്ചിത്ര അക്കാദമി എന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരും സിനിമാ പ്രേമികളും അവൾക്കൊപ്പമാണ്. നിസ്സംശയം പറയാം, 100 വട്ടം പറയാം, അവൾക്കൊപ്പമാണ്. We are with the survivors and we will take extreme action and we have already taken. Please understand, we have already taken. It was not a complaint, it was appraising us. I don't want to go into the details of it, but we took it as a complaint and we have done whatever is required to be done. Law has taken its course and it will continue. Sir, same incident what measures have you taken to ensure accountability and a safe working environment? Now, please don't look at this issue as an issue only for film industry. Every industry in the country is facing, working women's environment, sexual harassment is a big problem in every industry across the spectrum. So when a government make a policy, government cannot only look at film industry as a sample sector. It has to look at everybody. So we are in the process, when there are people from all the stakeholders involved in creating the policies and the execution of the policy. I myself, immediately after this incident, I myself has written to the Chief Minister and given my point of notes, 7 or 8 points that we should immediately do. The Academy has taken and immediately sent the notice. I referred the case to the IC and IC has taken it down, and immediately I sent the Vice Chairman, who happened to be the IC, the chair of the IC, to the supervisor's house, and we met, we talked, and I have been constantly in touch with the person. Everything that needs to be done, it's been done. I have forwarded my note to the government.
and I am supposed to take it up immediately after the festival and gets over, because we thrown into bigger trouble as the festival started. So please ദോഷകൃത്തുക്കളാകരുത്. ഇത് നമ്മുടെ എല്ലാ സഹോദരിമാരും അമ്മമാരും പെങ്ങന്മാരും ഒരു ജോബ് ചെയ്യുന്ന സ്ഥലത്ത് നേരിടുന്ന കാര്യങ്ങളാണ്. നമുക്ക് കൂട്ടായ്മയോടെ കൊടുക്കുന്നതിന് പരിഹരിക്കും. Make it clear that when I ask a person, I'm giving an opportunity to clear your part. I am like you. How can you? Why are you looking at me as somebody else? No. Someone else. I am as inflicted as you. I am in the same position, and I have taken in my official responsibility. I have done everything at once, immediately. Called the person, spoken with her at length, did everything. Chief Minister has immediately taken the note, even though it was a holiday, is immediately taken the note. Everything has done. Law is taking its course. Executive is taking the time. It's moving forward. Please be rest assured, we will have a policy, a film policy. Remember, the entire Me Too movement in the whole world, Kerala is the only industry that has taken a judicial position, put up an inquiry, put up a judicial system to fact find and give us, ask the judiciary to give us pointers so that how can we rectify, and based on which we had a film policy meeting, and based on which we are deriving policies. Which government in the world has done it? ഹോളിവുഡിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായല്ലോ, കാലിഫോർണിയൻ ഗവർണർ എന്തെങ്കിലും ചെയ്തോ? UK ഉണ്ടായല്ലോ ഇത്രയും വലിയ പ്രശ്നം, എന്തെങ്കിലും ചെയ്തോ അവര്? ഫ്രാൻസിൽ ഉണ്ടായല്ലോ, ഗവൺമെന്റ് ഓഫ് ഫ്രാൻസ്, the culturally overrated government in the whole world, the French people. Cinema is born there, literature is born there, philosophy is born there. What is that they have done? Kerala has done it. അത് കുറച്ച് കാണിക്കരുത് കേട്ടോ. We should be proud of what we are doing. ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുടെ ഒരു പൊതുഅഭിപ്രായത്തിൽ ഈ വട്ടം ജനപങ്കാളിത്തത്തിന് ഒരു കുറവുണ്ട്, വൈബ് കുറവുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഒരു വൈബ് ഉണ്ടായില്ലല്ലേ? അത് വൈബിനുള്ള കാരണം ഇത്തവണ PWD നമ്മുടെ അടുത്ത് പറഞ്ഞ് സ്റ്റാളുകളൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. റോഡ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് സ്റ്റാൾ നടത്താനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല. പറയുമ്പോൾ എല്ലാം പറയണം. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ വൈബ് കുറയോ ഇഷ്ട? 2 സ്റ്റാളില്ല എന്ന് പറഞ്ഞിട്ട് വൈബൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ മനസ്സിലാണ്. അത് അടുത്ത തവണ PWD ആയിട്ട് സംസാരിച്ചിട്ട് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാൾ ഇടാനുള്ള പെർമിഷൻ കിട്ടിയില്ല, അത് അടുത്ത തവണ നമ്മൾ പരിഹരിക്കും. ഏതായാലും റസൂൽ പൂക്കുട്ടിയെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെയും ദിലീപിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഇന്നൊരു വാർത്തയുണ്ടാക്കാമെന്ന് വിചാരിച്ച മാപ്രകൾക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. റസൂൽ പൂക്കുട്ടി വളരെ കൃത്യമായി 2 കാര്യത്തിലും മറുപടി പറഞ്ഞു. നിയമമല്ലേ, നിയമവഴി പോകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അതിൻ്റെ കൃത്യമായ അവലോകനം, കൃത്യമായ മറുപടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും റസൂൽ പൂക്കുട്ടി ഈ കാര്യത്തിലൊന്നും കാലിടറി വീഴില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറയേണ്ടത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ താരം റസൂൽ പൂക്കുട്ടി തന്നെ, ഒരു സംശയവും വേണ്ട.